ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് വെള്ളിയാഴ്ചത്തെ വ്ളോഗാണ്. ഇന്ന് സി എം മോൾക്ക് ലീവാട്ടോ, ക്ലാസ് ഇല്ലേ, അവിടെ സ്കൂളിൽ എന്തോ പ്രോഗ്രാം എന്തോ ആയതുകൊണ്ട് അപ്പം ഞാൻ സി എം മോളും കൂടെ ഇന്ന് എൻ്റെ വീട്ടിൽ പോവാട്ടോ. അതാട്ടോ ഈ തിരക്കിട്ട് ചെടി നനയ്ക്കുന്നതും പൂവിടാൻ നോക്കുന്നതൊക്കെ. പൂവിടുന്നത് എന്താ വെച്ചാൽ ഇന്ന് ആയില്യല്ലേ നാള്. അപ്പം നമ്മൾ ഓണം കഴിഞ്ഞാൽ പിന്നെ ആയില്യത്തിൻ്റെ അന്നും മകത്തിൻ്റെ അന്നല്ലേ പൂവിടാറുള്ളത്. എല്ലായിടത്തും അങ്ങനെ തന്നെയല്ലേ ചെയ്യാറുള്ളത്. ആയില്യത്തിൻ്റെ അന്ന് പൂടും, മകത്തിൻ്റെ അന്ന് പൂടിട്ട് വൈകുന്നേരം മധുരം നൽകി പൂത്തറ പൊളിക്കുകയും ചെയ്യും. അങ്ങനെയല്ലേ ചെയ്യല്. അങ്ങനെ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വേഗത വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ഏട്ടൻ ഞങ്ങളതാ കോവൂര് വരെയാണ് ആക്കി തന്നത്. വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും എണ്ണക്കടി മേടിക്കാനായിട്ട് ഇതാ ഞങ്ങളൊരു ബേക്കറി കയറിയിട്ടുണ്ടായിരുന്നേ. അവിടുന്ന് പരിപ്പ് വടയും ഉഴുന്നുവടയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. എന്നിട്ട് ഇതാ ഓട്ടോ കയറിയിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. എൻ്റെ വീട്ടിലേക്ക് 3 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഓട്ടോയിൽ പോകാനായിട്ട്. ആദ്യമൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും നടക്കുകയായിരുന്നു കേട്ടോ ചെയ്യാറുള്ളത്. ഓണത്തിന് താമസിച്ച് പോയരെ പിന്നെ ദാ ഞാൻ ഇന്നാണ് വരുന്നത്. ഞങ്ങൾ വരുമ്പോൾ അമ്മ ദാ തുടക്കിയിരുന്നു കേട്ടോ. ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വന്നത് എന്താന്ന് വെച്ചാൽ അമ്മയ്ക്ക് ടൗണിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾക്ക് പെട്ടെന്ന് ഇറങ്ങേണ്ടതുകൊണ്ട് ഞാനും കുറച്ച് അമ്മേനെ സഹായിച്ചു കൊടുത്തു കേട്ടോ. അതാ ചിക്കൻ കറിയാണ് അമ്മ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അമ്മ വേഗം പോയി കുളിച്ച് ഇതാ സാരിയൊക്കെ മാറ്റിയേ. അപ്പോൾ അമ്മയ്ക്ക് ഞാനിതാ സാരിൻ്റെ തല കുത്തി കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു 11 മണിക്ക് ആവാറായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ വേഗം ഇറങ്ങാനാണ് നോക്കുന്നത്. അച്ഛനുള്ള ചോറും കറിയൊക്കെ ആക്കി വെച്ചേരെയാണ് ഞങ്ങളിതാ പോകുന്നത്. അച്ഛനൊരു 2:30 ആകുമ്പോഴാണ് വരിക. അതിന് മുമ്പ് തന്നെ ഞങ്ങൾ എത്തും കേട്ടോ. അച്ഛന് പെയിൻറ്റിൻ്റെ പണിയാണ്. അപ്പോൾ അച്ഛൻ രാവിലെ 7:30 പോയാൽ 2:30 ആകുമ്പം പണി നിർത്തിയിട്ട് 3 മണീൻ്റെ മുമ്പ് തന്നെ ഇവിടെ എത്തും കേട്ടോ. അങ്ങനെ താ ഞങ്ങൾ കുടയൊക്കെ ആയിട്ട് ഇറങ്ങുകയാണേ. ഞങ്ങൾക്ക് അധികം നടക്കൊന്നും വേണ്ടി വന്നില്ല കേട്ടോ. അപ്പോഴേക്കും ഇതാ ഒരു ഓട്ടോ വന്നേ. അപ്പം ഞങ്ങളിതാ ഓട്ടോയിലാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഓട്ടോ കിട്ടാൻ നല്ല പാടാട്ടോ. രാവിലെയും വൈകുന്നേരമൊക്കെ ആണെങ്കിൽ പണി കഴിഞ്ഞ് വരുന്നതോ അതുപോലെ വിളിച്ച് വരുന്നതോ ആയ ഓട്ടോകളൊക്കെ വരികയെ. അല്ല ഈ ഉച്ച സമയത്തൊന്നും ഓട്ടോ അധികം ഇങ്ങോട്ട് വരില്ലേ. കോവൂര് ഓട്ടോ ഇറങ്ങിയത് പിന്നെ ഇതാ ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്. അങ്ങനെ ബസ് ഇറങ്ങിയതാ ഞങ്ങൾ നടക്കുകയാണ് SM സ്ട്രീറ്റിലേക്ക്. ആദ്യം കയറിയത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലാണ്. അമ്മയ്ക്ക് ബെഡ്ഷീറ്റൊക്കെ നോക്കാണ്ടായിരുന്നു. പിന്നെ അതാ അതിൻ്റെ കൂടെ തന്നെ ഇതാ നല്ല നല്ല റെഡിമെയ്ഡ് ബ്ലൗസ് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ നേരെ പോയത് ഒരു ഫാൻസി ഷോപ്പിലാണ്. അവിടെ നിന്ന് അമ്മയ്ക്ക് പെർഫ്യൂം, പൊട്ട്, കൺമഷി അങ്ങനത്തതൊക്കെയാണ് വാങ്ങാണ്ടായിരുന്നത്. പിന്നെ അമ്മ അവൾക്ക് ഇതാ കവായി സ്റ്റിക്കറും സ്റ്റിക്കി നോട്ടും ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ അതാ ഞങ്ങളൊരു കൂൾ ബാർ കയറിയേ ജ്യൂസ് കുടിക്കാനായിട്ട്. അതാ ലൈമാണ് കുടിച്ചത്. പിന്നെ ഞങ്ങളിതാ വേഗം ബസ് കിട്ടിയപ്പം വീട്ടിലേക്ക് തിരിച്ചു പോന്നേ. ഇത് ഓട്ടോ ഇറങ്ങി ഞങ്ങൾ നടക്കുക കേട്ടോ. ഞങ്ങൾ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറിക്കഴിയുമ്പോഴേക്ക് ഇതാ അച്ഛനും വന്നിട്ടുണ്ട്. അച്ഛൻ വരുമ്പോൾ ഒരുപാട് പലഹാരവും മുട്ടായിയും അതൊക്കെ കൊണ്ടുവന്നിന് കേട്ടോ സിയയ്ക്ക് വേണ്ടിയിട്ട്. ഞങ്ങളിന്ന് വരുമെന്നറിയാലോ. അപ്പം ഞാൻ അതൊക്കെ വാങ്ങി അകത്ത് കൊണ്ടുവെക്കുകയാണ്. പിന്നെ വേഗം ഞങ്ങളിതാ ഭക്ഷണം കഴിക്കാനാണ് നോക്കിയത്. അമ്മ വന്നേരം പിന്നെ ഉപ്പേരിയും കൂടെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അച്ഛനാണ് ആദ്യം കഴിക്കുന്നത്. സിയയ്ക്ക് പിന്നെ ഞാൻ വാരി കൊടുക്കുക കേട്ടോ. അവളല്ലെങ്കിൽ വെച്ച് കളിക്കേ. വൈകുന്നേരം ആയാലും പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നേ. അച്ഛനാണേ ഞങ്ങളിവിടെ ആക്കി തന്നത്. ഏട്ടൻ കുറച്ച് നേരം വൈകുന്നു പറഞ്ഞിരുന്നേ. വരുന്ന വഴിക്ക് കടയിൽ കയറിയിട്ട് കുറച്ച് പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ആ കവറാണ് എൻ്റെ കയ്യിൽ. പിന്നെ ഞാൻ വേഗം പൂത്തറ മൂടി വെക്കാനാണ് നോക്കുന്നത്. ഒരു മഴക്കാറുള്ള പോലെ തോന്നുന്നുണ്ട്. രാവിലെ ഞാൻ നനച്ചതാണെങ്കിൽ കൂടി എൻ്റെ ചെടിയൊക്കെ വാടി കിടക്കുന്നുണ്ട്. ഈ വെയിൽ കൊള്ളുന്ന സ്ഥലത്തുള്ളത് സൈഡിലുള്ള ചെടികളൊന്നും അധികം വാടിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം എൻ്റെ ചെടിക്കൊക്കെ നനച്ച് കൊടുക്കുകയാണ്. എന്നിട്ടാട്ടോ ഞാൻ അകത്തേക്ക് കയറുന്നത്. മഴേൻ്റെ മുമ്പൊക്കെ എനിക്ക് ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഈ പൂക്കൾ ഉണ്ടാകുന്നതൊക്കെ. പിന്നെ ഈ പുഴുവൊക്കെ വന്നിട്ട് അതുപോലെ ഒച്ചൊക്കെ വന്നിട്ട് എല്ലാം നശിച്ചു പോയതാട്ടോ. ഇപ്പോൾ അധികവും ഇല പോലത്തെ ചെടികളാണ് ഉള്ളത്. ഒരു സമയത്ത് എനിക്കിങ്ങനെ ചെടികൾ വാങ്ങുന്ന പണി തന്നെയായിരുന്നേ. പിന്നെ എനിക്ക് മനസ്സിലായി അത് അധികകാലം നിൽക്കില്ലാന്ന്. ഒരുപാട് റോസൊക്കെ ഞാൻ വാങ്ങുമായിരുന്നു കേട്ടോ. ഒരു മാസമൊക്കെ നന്നായിട്ട് വളരെ. പിന്നെ അത് കഴിഞ്ഞാൽ അതിൽ പൂവുണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങി പോവുകയാണ് ചെയ്യാറുള്ളത്. അതോടെ പിന്നെ ആ പരിപാടി ഞാൻ നിർത്തിയതാട്ടോ. ഇന്നിപ്പോൾ അച്ഛൻ്റെ കൂടെ വന്നുകൊണ്ടാട്ടോ ഞങ്ങൾ ഇത്ര നേരത്തെ എത്തിയത്. അല്ലെങ്കിൽ ഞങ്ങളൊരു 8 മണി 8:30 ആ സമയത്തൊക്കെയാണ് വരാറ്. വന്നപാട് എന്നെ സിയ മേല് കഴിക്കാൻ പോയോണ്ട് അവളാണ് ഇന്ന് വെളുക്ക് വെക്കുന്നത്. ഇന്നിപ്പം ഞങ്ങളിതാ ഫോട്ടോന് മാത്രമേ വെളുക്ക് വെക്കുന്നുള്ളേ. നല്ല ഇരുടായിട്ടുണ്ട് കേട്ടോ. സമയം ഒരുപാടായല്ലോ. അല്ലെങ്കിൽ ഒരു 6 മണിക്ക് ആകുമ്പോൾ ഞങ്ങൾ വെളുക്ക് വെക്കുന്നതാട്ടോ. ഇപ്പം സമയം ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ടേ. സിയ വെളുക്ക് കൊളുത്തി കഴിയുമ്പോഴേക്ക് എൻ്റെ മേല് കഴുകലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാനും ഫോട്ടോന് വേഗം തൊഴുതേ.
പിന്നെ അതാ ഞാൻ വേഗം പാല് തിളപ്പിക്കാനാണ് വെക്കുന്നത്. ഞങ്ങളിങ്ങനെ പാക്കറ്റ് പാലാണ് വാങ്ങൽ. ഇവിടെ നാടൻ പാല് കിട്ടാൻ കുറച്ച് പാടാണ് കേട്ടോ. ഇവിടെ അടുത്തൊന്നും പശുക്കളൊന്നും ആരും വളർത്തുന്നില്ലേ. ഇന്നിപ്പം ചായ അല്ല കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കുന്നത്, ഹോർലിക്സ് ആണ്. ഞങ്ങളിതാ വരുമ്പം കടയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നേ. ചായൻ്റെ കൂടെ കഴിക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കടിയൊന്നും ഞാനിന്ന് ഉണ്ടാക്കുന്നില്ലേ. ഇവിടെ ക്രീം ബൻ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അതാണ് ഞാൻ അതാ എടുത്തു വെക്കുന്നത് കഴിക്കാനായിട്ട്. സിയയ്ക്കും പിന്നെ ഇത് ഇഷ്ടമാണ്. വെളുക്കുകൊളുത്തൽ കഴിഞ്ഞപാടന്നെ അവൾ പഠിക്കാനിരുന്നിട്ടുണ്ടായിരുന്നേ. ഇന്ന് പകലൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പഠിക്കലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നേ അവർക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ മിസ്സ് പഠിക്കാനുള്ളതും അതുപോലെ നോട്ട് എഴുതാനുള്ളതൊക്കെ വാട്സപ്പിൽ അയച്ചു തരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതാനും പഠിക്കാനും ഒക്കെ ആയിട്ട് ബാക്കിയുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആ പാത്രങ്ങളൊക്കെ കയ്യോടെ തന്നെ അവിടെ കഴുകി വെച്ച് തണയൊക്കെ തുടച്ചിട്ട് ഒന്ന് വൃത്തിയാക്കിയിട്ട് ഞങ്ങൾ വരുമ്പം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടില്ലായിരുന്നോ, അത് എടുത്തു വെക്കാൻ ഞാൻ വിട്ടുപോയിരുന്നേ. പിന്നെ അതാ ചായ കുടിക്കലും പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞേരതാ അതിനാണ് വേഗം നിന്നത്. ഒരുപാട് സാധനങ്ങളൊന്നും ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ലായിരുന്നേ. പച്ചക്കറി, പിന്നെ കടുക്, വെളിച്ചെണ്ണ, പാല് അതൊക്കെയായിരുന്നേ വാങ്ങിച്ചത്. അപ്പം അതാ ഞാൻ അതൊക്കെ ഓരോ കുപ്പിയിലും പാത്രത്തിലും ഒക്കെ ആക്കി എടുത്ത് വെക്കുകയാണേ. പച്ചക്കറിയൊക്കെ ഞാൻ പിന്നെ ഫ്രിഡ്ജിലാണ് വെക്കാറുള്ളത്. ഞങ്ങൾ ഒരാഴ്ചത്തേക്ക് കണക്കാക്കിയാണല്ലോ പച്ചക്കറി വാങ്ങിക്കാറ്. അപ്പോൾ അത് പുറത്ത് വെച്ചാൽ വേഗം വെടക്കായി പോവില്ലേ, ഞങ്ങൾക്ക് ഒരാഴ്ച വരെ കിട്ടില്ലല്ലോ. നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പം പെട്ടെന്ന് കിട്ടേണ്ട സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ അതാ ഈ ഗ്യാസിൻ്റെ മുകളിലാണ് വെക്കാറുള്ളത്. എന്തെങ്കിലും സാധനങ്ങളൊക്കെ അധികം വരികയാണെങ്കിൽ ഞാനിതാ ഈ ഒരു ഡ്രോയറിലാണ് കവറിൽ കെട്ടിയെടുത്ത് വെക്കാറുള്ളത്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാട്ടോ. അന്ന് എനിക്കിതിന് 600 രൂപയോ അങ്ങനെ എന്തോ ആയിട്ടുള്ളേ. കിച്ചണിലെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞേരം പിന്നെ അതാ ഞാനിവിടെ സോഫയിൽ വന്നിരിക്കുകയാണ്. സിയ അതാ അവിടെ നിന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.